ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കൊമ്പന്മാരുടെ പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്. ഫസ്റ്റാണ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചു. ഇത് നമ്മൾ റെഫറൻസ് എടുത്താണ് വരച്ചത്. അപ്പോൾ അത് വരച്ചതിന് ശേഷം നമ്മളൊരു ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക ചെയ്തത്. ഓറഞ്ച് കളർ കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ സ്കൈ ഒക്കെ കുറച്ചും കൂടെ ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിന്നെ സ്കൈൻ്റെ പോർഷൻ തന്നെയാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങിയത്. അതിന് നമ്മൾ ബ്ലൂ, വൈറ്റ് പിന്നെ ഗ്രേ 3 കളേഴ്സാണ് യൂസ് ചെയ്തത്. ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻസിൽ വൈറ്റ് കൂടുതലായിട്ടും അല്ലാത്ത സ്ഥലത്ത് ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചില പോർഷൻസിൽ നമ്മൾ കുറച്ച് ഡാർക്കസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓറഞ്ച് വാഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി പോർഷൻസ് നമുക്ക് ബ്ലാക്കും പിന്നെ മഡിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഓറഞ്ച് കൊടുക്കുന്ന വേറെ ഇഷ്യൂസ് കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെവിയാണ് ഫില്ല് ചെയ്തത്. ഫസ്റ്റ് ബ്ലാക്ക് തന്നെ കൊടുത്തു, അതിന് ശേഷം അതിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വിട്ടു. താഴെ മഡിൻ്റെ പോർഷനിൽ നമുക്ക് കുറച്ച് ഗ്രേയും ബ്രൗൺ കളേഴ്സും മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഫസ്റ്റ് കോട്ട് കൊടുത്തു. അതിനുശേഷം ചെവിയിൽ നമ്മൾ സെക്കൻഡ് ലെയർ ഒരു പ്ലെയിൻ ആയിട്ട് കുറച്ച് ഗ്രേ കളർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻസ് ഒക്കെ ഈ കാണുന്ന പോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ പിന്നീട് ലെയർ ചെയ്യുക ചെയ്യും. ലൈറ്റ് ബ്രൗണിൻ്റെ ഇടയിൽ ആ ഒരു ഡാർക്ക് ബ്രൗൺ വരുമ്പോൾ ഒരു മഡ് എഫക്റ്റ് കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിക്ക് കിട്ടും. നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള കൂടെയുള്ള ആനകളുടെ ബോഡിയും ചെവി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ബ്ലാക്ക് കളർ കൊടുത്ത് ഫില്ല് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ തേർഡ് ലെയറാണ് കൊടുക്കുന്നത്. തേർഡ് ലെയറും കൂടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും, ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. പിന്നെ ബ്ലാക്ക് കളറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഹെഡ് പോർഷനാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതും ഇപ്പം നമ്മൾ യൂസ് ചെയ്ത് സെയിം ടെക്നിക്ക് ഉപയോഗിച്ചാൽ ചെയ്യണ്ടേ. ഫസ്റ്റ് ബ്ലാക്ക് കളർ കൊടുക്കുക, അതിനുശേഷം അത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് 2-3 ലെയർ ഗ്രേ യൂസ് ചെയ്ത് ഹൈലൈറ്റിംഗ് പോർഷൻസ് ഒക്കെ ഒന്ന് വിസിബിൾ ആക്കുക. അല്ലാത്ത കുറച്ച് ഡാർക്കസ്റ്റ് ഏരിയ ഈ ബ്ലാക്ക് കളറിൽ തന്നെ കാണുന്ന രീതിക്ക് കൊടുക്കുക. പിന്നെ വരുന്ന മെയിൻ പോർഷനാണ് ആനയുടെ കൊമ്പിന് കളർ കൊടുക്കുക എന്നുള്ളത്. കംപ്ലീറ്റ് വൈറ്റും ആകരുത്, എന്നൊരു ക്രീം കളറും ആകരുത്, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡ് ചൂസ് ചെയ്തിട്ട് കൊടുക്കുക. അത് നമുക്ക് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. തുമ്പിക്കൈയുടെ ഏരിയ വരുമ്പോൾ കളേഴ്സ് എല്ലാം കൊടുത്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് കുറച്ച് ഡാർക്ക് പോർഷൻ പോലെയും ഒരു സൈഡ് കുറച്ച് ലൈറ്റ് പോർഷൻ പോലെയും ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടെ ഡെപ്ത്ത് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഒരു ബ്ലാക്ക് കളർ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് തുമ്പിക്കയുടെ മുകളിലായിട്ട് ചെറിയ ചെറിയ ലൈൻസ് ഒരു സൈഡിൽ നിന്ന് കൊടുക്കുക. ലൈറ്റസ്റ്റ് പോർഷൻ ഏതാണോ ചെയ്തിരിക്കുന്നത് അവിടുന്ന് ചെറിയ ചെറിയ ലൈൻസ് കൊടുക്കുക. തുമ്പിക്കയിൽ വരുന്ന ഒരു വിള്ളൽ പോലത്തെ ഭാഗമാണ് അത് കാണിക്കുന്നത്. പിന്നെ മഡ് പോലെ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ചെറുതായിട്ട് ചെളിതെറിക്കുന്ന ഒരു എഫക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിക്ക് ഫാൻ ബ്രഷ് യൂസ് ചെയ്ത് സൈഡ്